ഡ്രീംസ് ഓഫ് ഹിൽസിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ വൈറ്റ് ഗ്ലാൻസ വണ്ടി എടുക്കാൻ നമ്മൾ പോയിരുന്നു. അതിന്റെ വ്ളോഗ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ വണ്ടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം 3 മാസമായി. അപ്പോൾ 3 മാസം കഴിഞ്ഞ് നമ്മൾ വണ്ടിയുടെ ഓണേഴ്സ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഹായ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാൻസ വിയുടെ ഒരു ഓണേഴ്സ് റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ അസ്ലം നമ്മൾ വണ്ടി എടുക്കുന്നത് നമ്മളൊരു 3 മാസം മുമ്പാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. 3 മാസം മുമ്പ് വണ്ടി എടുത്ത വീഡിയോ നമ്മുടെ ഈ ഡ്രീംസ് ഓഫ് ഹിൽസിൻ്റെ നമ്മുടെ പേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാൻസ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മൾ നോക്കിയായിരുന്നു. അത് ഏതൊക്കെ വണ്ടി അസ്ലം ഒന്ന് നോക്കിയായിരുന്നു? ഹുണ്ടായുടെ ക്രീറ്റ നോക്കി, വോൾക്സ്വാഗന്റെ ടൈഗർ നോക്കി, മാരുതിയുടെ ബലേനോ, ഗ്ലാൻസയുടെ മാരുതി പതിപ്പ് അതൊന്നും, പിന്നെ നമ്മുടെ മറ്റേ കിയയുടെ സെൽറ്റോസും നോക്കിയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഗ്ലാൻസയിലേക്ക് എത്തിയത്. ഗ്ലാൻസ നമ്മളന്ന് എടുത്ത് എത്ര രൂപയായിരുന്നു? എല്ലാം കൂടെ 1080 ഓൺ റോഡും പിന്നെ 20,000 രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ്സ്, 20-25 രൂപയ്ക്ക് അടുത്ത് കണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര രൂപയായി മൊത്തത്തിൽ? നമുക്ക് 11 ചില്ലറ, 11,500 ഒക്കെ 11,500 നമുക്ക് ടോട്ടൽ ഓൺ റോഡായിട്ട്. അപ്പോൾ അസലും ഇത് എടുക്കുമ്പോഴത്തേക്ക് ബലേനോയും നമ്മുടെ ഈ ഗ്ലാൻസും തമ്മിൽ എന്താണ് ഒരു ചെറിയ ഡിഫറൻറ്റ് വന്നേക്കുന്നത്? എന്താണ് അതിനകത്ത് ഇഷ്ടപ്പെട്ടത്? എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് വ്യൂ തന്നെ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, മറ്റ് ബലേനയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്നത് ഇത് സ്ട്രിപ്പാണ് വരുന്നത്, ഒരു LED സ്ട്രിപ്പ് വരുന്നത്. മറ്റേത് ഡോട്ട് കണക്ക് 3 ഇത് വരുന്നത് ഹെഡ്ലൈറ്റ് വരുന്നത്. അതിനെക്കാളും രസം ഇത് തന്നെയാണ് അല്ലേ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്ത് വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടി ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം മാരുതിക്കെന്ന് പറയുന്നത് 1,00,000 കിലോമീറ്റർ വരെ മാക്സിമം വാറണ്ടി ഒരു ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ വാറണ്ടി എന്ന് വെച്ചാൽ അഡീഷണൽ വാറണ്ടി നമ്മൾ പറയത്തില്ലേ, എക്സ്ട്രാ എടുക്കുന്ന വാറണ്ടി, അത് 1 lakh വരെ അവർ പറയുന്നത്. പക്ഷേ ടൊയോട്ട വരുമ്പോഴത്തേക്കും അത് ഏകദേശം 2,20,000 കിലോമീറ്റർ, 2,20,000 കിലോമീറ്റർ ഒരു എക്സ്റ്റേണൽ വാറണ്ടി വരുന്നത്, എക്സ്റ്റൻഡ് വാറണ്ടി വരുന്നത്. നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ ഈ 360 ക്യാമറ, അതുപോലെ തന്നെ സൈഡിലെ ഗ്ലാസ്സിലെ ക്യാമറ, ഫ്രണ്ടിൽ ക്യാമറ, മൊത്തത്തിൽ 360 ഒക്കെ അല്ലേ വരുന്നത്. നമ്മൾ ബലേനൊക്കെ അതിലും ഇതുപോലെ തന്നെ ഉണ്ടോ? ഫുള്ള് കാര്യങ്ങളും ബോണറ്റ് ഉൾപ്പെടെ എല്ലാം സെയിം ആണ്. ഇങ്ങോട്ടുള്ള വ്യത്യാസം മാത്രമേ പക്ഷേ തമ്മിൽ വരുന്നുള്ളൂ. വ്യത്യാസം ബാക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല. ബിൽഡ് ക്വാളിറ്റി അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു അറിവിൽ അവർ പറയുന്നത് രണ്ടും ഒരേ യൂണിറ്റിൽ മാനുഫാക്ചർ ചെയ്യുന്നു, ഡിസൈൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ വ്യത്യാസം വൈസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. പിന്നെ ഈ വാറണ്ടിയുടെ ഒരു ഇഷ്യൂ മറ്റേ തമ്മിൽ നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് വാറണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ കിലോമീറ്റർ ഓടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്രയും കിലോമീറ്റർ വാറണ്ടി ഉണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഞാൻ ചിലപ്പോൾ 1,00,000 മേളിൽ കിലോമീറ്റർ ഓടുന്ന ഒരാളാണ്. അപ്പം എനിക്കിതാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത്. കാരണം വിലയിലും വരുമ്പോഴത്തേക്കും ഏകദേശം ഇതും തമ്മിലൊരു 30,000 30,000 ഡിഫറൻസേ വരുന്നുള്ളൂ. ദാറ്റ്സ് എനിക്ക് തോന്നി ഇത് മതി, ഇതാണ് ബെറ്റർ എന്ന് തോന്നിയത്. എല്ലാം മാരുതിയെ വെച്ച് നോക്കുമ്പോൾ ടൊയോട്ട വെച്ച് കൂടെ ബെറ്റർ ആണ് സർവീസിലെന്നും ഒരു ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ ഈ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം. മറ്റേതിനകത്ത് ഇത് ഇവിടെ ഈ ഭാഗം അറിയുള്ളൂ, വേറെ ഷേപ്പിൻ്റെ കാര്യമൊന്നുമല്ല. ഇത് സ്ട്രിപ്പാണ് വരുന്നത് ഇവിടം വരെ. മറ്റേതും ഡോട്ട് കണക്കാണ് വരുന്നത് മാരുതിയുടെ. അതേ ഉള്ളൂ ഇതിനകത്ത് ഈ ഗ്ലാൻസയും നമ്മുടെ ഈ ബലേനോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. ബാക്കി പക്ക വണ്ടി സെയിം ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഇപ്പോൾ 3 മാസം കൊണ്ട് ഏകദേശം 7,000-അടുത്ത് ഓടിയിട്ടുണ്ട്. നമ്മളിത് ഗ്ലാൻസ ബി അല്ലേ, ആണ്. നമുക്കിപ്പോൾ എടുത്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഈ 3 മാസത്തിനിടയ്ക്ക് നമ്മൾ 7,000 കിലോമീറ്റർ നമ്മൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു? ഇപ്പം 2 സർവീസ് കഴിഞ്ഞു. സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നീറ്റാണ്. നമ്മൾ മാരുതിയെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒരു ബെറ്റർ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മാരുതിയിൽ അങ്ങനെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വണ്ടി കൊണ്ടുപോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത് എക്സ്പീരിയൻസ്. അവരുടെ ഒരു ഇതെന്താ പറയുന്നതാണെങ്കിൽ നമ്മളെ കൈകാര്യം ചെയ്യുന്ന രീതി.
നമുക്ക് വണ്ടി സർവീസൊക്കെ പെട്ടെന്ന് ചെയ്ത് നമുക്ക് തരുന്നതിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നത് ടൊയോട്ട 1 hour സർവീസൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. നോർമൽ ചെക്കപ്പിന് പോയിട്ട് പോലും ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഗ്യാപ്പ് എന്തായാലും വരുന്നുണ്ട്. എങ്കിലും മറ്റുള്ളത് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടി. അവരുടെ ഒരു സർവീസിൽ എന്ന് വെച്ചാൽ നമ്മളുമായിട്ടുള്ളൊരു ഇടപെടൽ കുറച്ചുകൂടെ ഒരു ഹമ്പിൾ എന്ന് തോന്നി. അത് നമ്മുടെ പഴയ വ്ളോഗിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവർ കുറച്ചുകൂടെ നമ്മൾ നല്ലൊരു കസ്റ്റമേഴ്സിനെ നല്ല കെയർ ചെയ്യുന്ന ഒരു പോലെയാണ്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അലോയിലാണ്. മറ്റേ മാരുതിയുടെ അലോയും ഇതിൻ്റെ അലോയും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അത് എനിക്ക് ഷേപ്പ് ഓർമ്മയില്ല. ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി കൂടെ എന്താ പറയുക, നമ്മൾ ക്ലാസി എന്ന് പറയുന്ന ഒരു പരിപാടിയും മറ്റേത് ഇച്ചിരി കൂടെ ഒരു സ്പോർട്ടി എന്ന് പറയും അതിനകത്ത് വരുന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ വ്ളോഗ് കാണുന്ന ഒരുപാട് പേര് നമ്മളിത് ചോദിച്ച കാര്യമാണ് ഇതിന് എത്ര മൈലേജ് ഉണ്ടെന്നുള്ളത്. ഇതിനകത്തിപ്പോൾ ഏകദേശം എത്ര മൈലേജ് ഉണ്ട്? ഇപ്പോൾ നമ്മളൊരു ലോങ് പോവുകയാണെങ്കിലും അല്ലാതെ നമ്മുടെ ലോക്കൽ ഓട്ടങ്ങളിൽ പോവുകയാണെങ്കിലും നമുക്ക് ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷട്ടിൽ സർവീസ് നമ്മളിപ്പം ജസ്റ്റ് ജംഗ്ഷനിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കയറി തിരിച്ച് പോകുന്നു ആ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-16 ആ റേഞ്ചൊക്കെ നോക്കിയാൽ മതി. 15-16 എന്നാലും അത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 15-16 ഒരു കുഴപ്പമില്ല ലോക്കലിൽ. പിന്നെ ലോങ് പോവുകയാണെങ്കിൽ എങ്ങനെയാണ്? ലോങ് പോകാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് കാണിച്ചത് 26 വരെ കാണിച്ച് 26 വരെ കാണിച്ചു. എന്നാലും നമുക്ക് എൻ്റെ ഒരു ഏകദേശം ഒരു 23-24 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ മലപ്പുറത്ത് പോയായിരുന്നു ഇടയ്ക്ക്. ലോങ് പോയത് മലപ്പുറത്താണ്. അത് ഒരു ദിവസം പോയി. അത് അങ്ങോട്ട് പോയത് ട്രാഫിക് ടൈമില്ല. രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഇറങ്ങി വൈകുന്നേരം 5 മണി 6 മണിയായി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 300 കിലോമീറ്റർ മൊത്തം ടോട്ടൽ 700 ചില്ലറയും കണ്ടായെന്ന് തോന്നുന്നു. 700 കിലോമീറ്റർ ടോട്ടൽ ഓടി. ആ ലോങ് ഓടിയപ്പോൾ തിരിച്ച് രാത്രിയാണ് വന്നത്. അന്ന് എനിക്ക് മൊത്തം ഏകദേശം ഒരു 3000-3500 എണ്ണ വേണ്ടി വന്നു. ഒരു 23 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഡിക്കി സ്പേസ് ഇന്റീരിയർ വെച്ച് നോക്കാം. അതുപോലെ തന്നെ ഡിക്കിയിൽ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഉണ്ട്. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇടുക്കി ഭയങ്കര താന്ന് കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെവി വെയിറ്റ് ഉള്ള സാധനം എടുത്ത് പൊക്കാൻ നമ്മൾ ഒരുപാട് ബെൻഡ് ചെയ്യേണ്ടി അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഫീൽ ചെയ്യും. ഓക്കെ. അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. എനിക്കൊന്ന് മറ്റേലൊക്കെ ഇത്ര താഴ്ച ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഏതാ അല്ല എല്ലാത്തിനെയും എനിക്ക് ഇവരുടെ എല്ലാത്തിനും ഈ ഒരു ഇത് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇത് വെച്ച് പറഞ്ഞത്. വേറൊന്നുമില്ല. പിന്നെ ബൂട്ട്സ് ലാമ്പൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ രാത്രി ആയാലും ഇരുട്ടത്തായാലും ഓക്കെയാണ്. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇതിന്റെ ഈ സ്പേസ് ഒക്കെ എങ്ങനെയാണ്? അത്യാവശ്യം നല്ല ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. പഴയ മറ്റേ ഇവരുടെ വണ്ടി മാരുതിയുടെ ബലൻ അതിന്റെ പതിപ്പല്ലേ ഇതും വരുന്നത്. അപ്പോൾ അതിന്റെ അതേ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരാൾ കയറി ഇരുന്നാലും നമുക്ക് കാല് തട്ടേ കാര്യങ്ങളൊന്നുമില്ല. നല്ല വിശാലമായിട്ട് ഫ്രണ്ടും ബാക്കും എല്ലാം ആവശ്യം പോലെ സ്ഥലമുണ്ട്. ഒരു പ്രശ്നം അതിലൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ തന്നെ ഇരുന്നാണെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ഏകദേശം ഞാൻ ഇരുന്ന് എനിക്ക് ഓർമ്മ ഇരിക്കുവാണെങ്കിൽ പോലും ഈ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല സ്പേസ് ആണ്. വിശാലമായിട്ടിരിക്കാനാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിൽ ഡാമ്പോ ഉണ്ട്. വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സുഖമാണ്. വേറെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പേസ് ഒക്കെ പക്കായാണ്. ലോങ്ങിനൊക്കെ അത്യാവശ്യം നല്ല യാത്ര, നല്ല കംഫർട്ടബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നത്? നമുക്ക് എക്സ്ട്രാ നമ്മൾ എന്തൊക്കെ അഡീഷണൽ ഫിറ്റിംഗ് അത് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് പറയാം. അഡീഷണൽ ഫിറ്റിംഗ് നമുക്ക് വെളിയിലത്ത് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് ഈ ഒരു ക്രോം ഫിനിഷ് ആണ്. ക്രോം ഫിനിഷ് അതാണ് ഇതിനകത്ത് അഡീഷണൽ. ഇത് എനിക്ക് തോന്നിയത് ഏകദേശം ഉള്ളതാണെന്ന് തോന്നുന്നു വണ്ടിക്ക്. ഓക്കെ. ഈ ഒരെണ്ണമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫ്രണ്ടിൽ ചെയ്തത്. അതെല്ലാം തോന്നുന്നത്. ഓക്കെ. അതിനകത്ത് വേറെ ഉണ്ട് ചെയ്യാനുള്ളത്, ഞാൻ ചെയ്തിട്ടില്ല. ഒരുപാട് അങ്ങ് ക്രോം ആയി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഭയങ്കര ഓവറായി പോകുന്നുള്ളത് കൊണ്ട് ആവശ്യത്തിന് മാത്രമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെ അതെ. പിന്നെ വരുന്നത് കണ്ട ഈ ഒരു പീസ്. ഓക്കെ. അത് കഴിഞ്ഞ് കണ്ട ഇത് അതും ഓക്കെ. എല്ലാം ഈ ക്രോം ഫിനിഷ് ആണ്. ക്രോം ഫിനിഷ് അഡീഷണൽ ആയിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡോറിൻ്റെ ഈ സാധനം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിലാണ്. ഇത് അപ്പുറത്തും ഉണ്ട്. ഇത് കണക്ക് ഇത് എല്ലാം ഇതിനകത്ത് ക്രോം ഫിനിഷ് തന്നെയല്ലേ വരുന്നത്? ഡോറിൻ്റെ എല്ലാം ഹാൻഡിൽ ഇല്ലാതെ തന്നെ വരും. പിന്നെ ഇതിനകത്ത് ബാക്കിൽ വന്നേക്കുന്ന ക്രോം എന്ന് പറയുന്നത് ഇത് അഡീഷണൽ ചെയ്തതാണ്. അതുകൊണ്ട് ഈ സൈഡ് 2 ഇതിൻ്റെ മേളിൽ വരുന്നത്. പിന്നെ ഈ ഒരു പീസ്. ഓക്കെ. ബ്ലാക്ക് വരും. ഇത് ഇത്രയും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള. പിന്നെ സൈഡ് റെയിൻ ഗാർഡ് സൈഡിലൊക്കെ റെയിൻ ഗാർഡ് വരുന്നുണ്ട്. അതിൻ്റെ അതുപോലെ ഇതും അതിനകത്ത് വരുന്നത് തന്നെയാണോ? അല്ല, അത് വണ്ടിക്കത്തുള്ളതാണ്. ആ ഒരു പീസ് ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നീ ഒരു 3 മാസം വണ്ടി ഓടിച്ച് ഇപ്പോൾ 3 മാസം ഫിനിഷ് ആയിപ്പോൾ. അപ്പോൾ നിനക്ക് വണ്ടി നിന്നെ എടുത്ത വിലയ്ക്ക് ഇതൊരു വർത്താണോ വണ്ടി? എടുത്ത വിലയ്ക്ക് പുറത്താണെന്ന് വെച്ചാൽ എടുത്ത വിലയ്ക്ക് പുറത്ത് തന്നെയാണ്. ആ ഒരു വിലയ്ക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളൊരു വണ്ടി വേറെ കിട്ടൂലെന്നാണ് എൻ്റെ ഒരു. പിന്നെ ഇർട്ടികയായിട്ട് എല്ലാവരും കമ്പയർ ചെയ്യുന്നുണ്ട്. ആ വില ഉണ്ടെങ്കിൽ ഇർട്ടിക എടുത്താൽ പോരായിരുന്നോ, 7 സീറ്റർ അല്ലേ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ അത് എനിക്ക് മൈലേജിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഞാനത് സത്യം പറഞ്ഞാൽ മൈലേജ് നോക്കിയാണ് എടുത്തത്. ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ നമ്മൾ മൈലേജ് പറഞ്ഞൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അത്യാവശ്യം യാത്രകളൊന്നും നടക്കത്തില്ല. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മൈലേജും വെച്ച് ഇതിൻ്റെ ഒരു പറഞ്ഞത് വെച്ചിട്ട് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പം എനിക്ക് പുറത്തായിട്ടാണ് തോന്നുന്നത്, കാരണം അത്യാവശ്യം എനിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തത് മുതൽ നമ്മളെ ഈ 3 മാസം വരെ നമ്മുടെ കയ്യിലായിരുന്നു വണ്ടി അധികം വേറെ ആർക്കും ഓടിക്കാൻ കൊടുത്തിട്ടില്ല, ഒരാൾ തന്നെ ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ യൂസ് ചെയ്തിട്ടൊരു 3 മാസം യൂസ് ചെയ്തതിന് ശേഷം വണ്ടി നമ്മുടെ ഈ ഒരു എടുത്ത വിലയ്ക്ക് ഇതൊരു വർത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളും അധികം ഇതിനകത്ത് പോയിട്ടുണ്ട്, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്കിനി എൻജിൻ ഭാഗത്തേക്ക് ഒന്ന് കണ്ടുവരാം. ഒന്ന് ബോണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അസുഖം എനിക്ക് പറയാനുള്ളത്? ബെസ്റ്റ്. ഇതിനെക്കുറിച്ച് എനിക്ക് എഞ്ചിനെ കുറിച്ചൊന്നും പറയാത്തില്ല, ഓടിക്കാനുള്ളതേ അറിയാവൂ. അപ്പോൾ എന്തായാലും റിവ്യൂ ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ എഞ്ചിനൊക്കെ തുറന്നു വരുന്നു പറയുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുറന്നു മാത്രം അതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളിത് അടച്ചേക്കാം. പക്ഷേ സത്യം പറയാം, നല്ല വൃത്തിയുണ്ട്. പുതിയ വണ്ടിയാണ്. ഇതിന്റെ ഭാഗവാക്കുകളാണ് ഇല്ലേ? അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗവാക്കുകളാണ്. എന്ത് വാക്കുകളാ? അത് തന്നെ. ഇനി എന്നെ ഇതിനകത്തിട്ട് ട്രോളാ. അപ്പോൾ ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ 360 ഇതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിസ്പ്ലേയും തന്നെയാണ്. അത് 360 ഒക്കെ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് ഇതിൻ്റെ മൊത്തത്തിൽ? എനിക്ക് കണ്ടിട്ട് നല്ല രീതിയിലായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് നമുക്ക് എക്സ്ട്രാ ഒന്നും പറയാനില്ല. ക്രൂസ് കൺട്രോളും എല്ലാം കൂടെയൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ എനിക്കിനകത്തുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഈ മിററിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. വെച്ചാൽ ഈ ഒരു മിററിന് മാത്രമേ ആട്ടോ ഉള്ളൂ, ബാക്കിയും കൂടെ അവർക്ക് കൊടുക്കാമായിരുന്നു. ഇത്രയും സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് അതുകൂടെ കൊടുക്കാമായിരുന്നു. ഓക്കെ ആയിരുന്നു, എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ. ഒരു ഇതുണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണ്. എനിക്ക് ഞാനിതിപ്പം ഇടയ്ക്ക് നിന്റെ കൂടെ വണ്ടിയിൽ ഇരിക്കുമ്പോഴായാലും എനിക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ ബിൽഡ് ക്വാളിറ്റിയോ അതുപോലെ തന്നെ ഇതിന്റെ ഈ കാണുന്നതിന്റെ ഒരു ഭംഗിയോ കാര്യങ്ങളോ അല്ല, നമ്മളതിന്റെ യൂസിങ്ങിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സൗണ്ട് എഫക്റ്റും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഇടയ്ക്ക് അതിന്റെ ടൊയോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ അത് വളരെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി എന്തോ പറയാനുള്ളത് നിനക്ക്? ഇതിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം പറയും. ഏറ്റവും വലിയ ഇതാണ് ഇതിപ്പോ നമ്മളിതിനകത്ത് ഒന്നും പറഞ്ഞില്ല. ടൊയോട്ട ഇത് പറഞ്ഞാൽ മാത്രമേ ഇത് ഓപ്പണായി വരത്തുള്ളൂ, പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പണായി വരും. ഓട്ടത്തിലായാലും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമ്മൾ എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തും. ആ സ്ക്രീൻ അങ്ങ് പോകും. ചിലപ്പോൾ തിരിയേണ്ടുള്ള സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും ഈ സാധനം കയറി വരുന്നത്. പിന്നെ ഇത് പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഞെക്കി ഓണാക്കി അപ്പോൾ പോകുന്നുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞു തന്നിട്ട് ഇതാ. ഓക്കെ, എന്നാലും നമുക്കത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ തീർച്ചയായും നമ്മളിപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ പാട്ടായാലും ഇപ്പം നമ്മളൊന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്തിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ ഡ്രൈവിങ്ങിനെ തന്നെ മൊത്തത്തിൽ ഒരു ഇതായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കും. നമുക്ക് ഇത് ഓഫ് ചെയ്യാനങ്ങനെ പറ്റില്ല. അത് അല്ല, ഇപ്പോൾ അവരിപ്പോൾ പറഞ്ഞൊരു ഓപ്ഷൻ ഇതേ ഉള്ളൂ. അത് വരുമ്പോൾ ഈ പവർ ബട്ടൺ ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് നിന്നോളും എന്നുള്ളത് പറയുന്നത്. പക്ഷെ അത് വീണ്ടും ഞങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഈ ഒരു പീസ് നമ്മൾ കോർണറൊക്കെ വളഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡ് ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ആയിരിക്കും. നമുക്ക് വളവിൻ്റെ വരുന്ന വല്ല വണ്ടിയും വന്ന് നമ്മളിങ്ങനെ എത്തിയോ ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ നമുക്ക് ആ സൈഡിൽ എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടോ, ആ വളവിൽ നിന്ന് കയറി വരുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പല സമയത്തും ജസ്റ്റിനൊക്കെയാണ് ഇടിയുന്നതെന്ന് രക്ഷപ്പെട്ടുള്ളതാണ്. അതിപ്പോൾ ഈ എല്ലാ വണ്ടിക്കും ഉണ്ട് എന്നുള്ളതല്ല, എനിക്ക് ഈ വണ്ടിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു ഇതാണ്, ബ്ലൈൻഡ് ആണ്, ഈ ബ്ലൈൻഡ് സ്പോട്ടാണ് ഇത്. നിനക്ക് ഇതിനു മുമ്പ് നീ പോളോ അല്ലേ യൂസ് ചെയ്തത്? ടാറ്റയുടെ ഇൻഡിക്ക ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോളോ എടുത്ത്, പോളോ കഴിഞ്ഞിട്ട് i20 എടുത്ത്, i20 കഴിഞ്ഞിട്ട് ഇതെടുത്ത്. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നിനക്ക് ഇതൊരു എന്താ ബാക്കി വണ്ടി i20 ഇതൊരു വിഷയമുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഏറ്റവും ഭയങ്കരമായ രീതിയിൽ തോന്നിയത് ഇതാണ്. അതുപോലെ പിന്നെന്താണ് ഇതിനകത്ത് നിനക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നിയത്? പിന്നെ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇതുണ്ട്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, തട്ടലോ മുട്ടലോ കിടക്കലോ സൗണ്ടുകളോ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു
ആഗ്രഹം നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മൾ സെക്കൻഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ബഹളങ്ങൾ ഒക്കെ കാണും. അതൊന്നും ഇല്ലാത്തൊരു വണ്ടി എടുക്കാൻ നമ്മൾ ഫ്രഷ് ഒരു വണ്ടി എടുക്കുന്നത്. ഓക്കെ, അതാണ്. പക്ഷേ ഇത് നമ്മൾ ക്യാമറയിൽ ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്കത് കേൾക്കണമെന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ വണ്ടി ഓടിച്ച് ഒരു കട്ടറിൽ കൂടെ പോകുമ്പോൾ ഒരു കിടുങ്ങൽ സൗണ്ടും ഹാൻഡിൽ ഒരു ഷിവറിങ്ങും വരും. അത് പഴയ വണ്ടിക്ക് ഉണ്ട് എന്നാണ് ചിലരൊക്കെ പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ പഴയ വണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വിഷമമുള്ളൊരു കാര്യമാണ് അത്. പക്ഷേ പുതിയ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളതല്ലോ. അത് പ്രശ്നമല്ല. അവർ പറയുന്നത് അവരുടെ എല്ലാ വണ്ടികളിലും ഇതുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവരുടെ എന്തോ മെറ്റീരിയലിന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും. എല്ലാ വണ്ടികളിലും വരും. കട്ടറിലൊക്കെ വരുമ്പോൾ ചെറിയൊരു ഷിവറിങ് ഹാൻഡിൽ പിടിക്കും, സൗണ്ട് പോലെ കേൾക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊരു കംപ്ലൈന്റ് ആയിട്ടല്ല അവർ പറയുന്നത്, എല്ലാ വണ്ടിക്കും അവരുടെ ഒരു ഇതാണ്, പ്രശ്നമാണ്. അപ്പൊ അതെനിക്കതൊരു ചിലപ്പോൾ നമ്മൾ പല വണ്ടികൾ ഓടിക്കുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പം വേറെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ വണ്ടി എടുത്തിട്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പൈസയും കൊടുത്ത് വണ്ടി എടുത്തിട്ട് കട്ടറിൽ പോകുമ്പോൾ ടക്ക് 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 സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിലൊരു കിടുങ്ങിലടിക്കുമ്പോൾ നമുക്കതൊരു വിഷമം തോന്നും. പുതിയ വണ്ടിയാണല്ലോ എന്നിട്ട് ഇതിങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു വിഷമം. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വർത്ത് തന്നെയാണ്. അതിൽ വേറെ നമുക്ക് പറയാനൊന്നുമില്ല. വേറെ പറയാനൊന്നുമില്ല. ഹെഡ് ഡിസ്പ്ലേ, ഹെഡ് ഡിസ്പ്ലേ ഒന്നും സത്യം പറഞ്ഞാൽ വലിയ ഗുണമൊന്നും ഇല്ല. പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ മാത്രം. നമ്മുടെ മുമ്പിലത്തെ വ്ളോഗിൽ തന്നെ നമ്മൾ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലും അത്യാവശ്യം ഓടുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു ഡ്രൈവ് പോയി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം. നീ പറഞ്ഞൊരു ഫീലിംഗ് നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായും കട്ടർ റോഡിൽ കയറി കഴിഞ്ഞാൽ കേൾക്കാനുണ്ടാവും. പിന്നെ എനിക്ക് പക്ഷേ നിൻ്റെ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത് ഈ 360 ക്യാമറയാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഇതിനകത്ത് ആൾറെഡി ഇതിനകത്ത് വരുന്നത് തന്നെയല്ലേ, നമ്മൾ കമ്പനി തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. അത് മാരുതിക്കായാലും ഇതിനായാലും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ ഇത്തിരി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഡ്രോപ്പ് ഇരിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അതിനകത്ത് ഫീൽ ചെയ്യാറുണ്ടോ? എല്ലാ ക്യാമറയിലും ഉണ്ട്, പക്ഷെ ഫ്രണ്ടിൽ വലിയ ഇഷ്യൂസ് വരുന്നില്ല. അതെല്ലാം കാറ്റടിക്കുമ്പോൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ AC യെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? AC ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് ആണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തണുപ്പ് എപ്പോഴും ഞാൻ കുറച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നോക്കി 26 ഇട്ടേക്കാണ്, നല്ല കൂളിംഗ് അല്ലെങ്കിൽ. ഇപ്പോൾ AC-യുടെ കാര്യത്തിലൊക്കെ പക്കായാണ് വണ്ടി, അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ നിനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് പറയാം? നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ആട്ടോ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് വരുന്നുണ്ട്. നമ്മൾ ഓട്ടോ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേണ്ടിയുള്ള സമയത്ത് ഹെഡ്ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയൊക്കെ ചെയ്തോളൂ. ഇപ്പോൾ ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മളെല്ലാം ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും പാസേജ് ഒക്കെ ഉണ്ടല്ലോ, അടുത്തൊക്കെ പോയാലും അണ്ടർഗ്രൗണ്ട് അപ്പോൾ നമുക്ക് ഇരുട്ട് തോന്നിക്കാൻ നമുക്കൊരു ഫീൽ ഉണ്ട്. അതുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓൺ ആയിക്കോളും. ഉള്ളൊരു ഇതെന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോളാണ്. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല, കുഴപ്പമില്ല. എന്നാലും ഓക്കെയാണ്. പിന്നെ നമ്മുടെ 360, പിന്നെ ഈ ഹെഡ് ഡിസ്പ്ലേ, ഇതൊക്കെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സായിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ള മറ്റുള്ള വണ്ടികളിൽ നിന്ന് പറയാനുള്ള ട്രാക്ഷൻ. പിന്നെ എല്ലാത്തിനകത്ത് ഇല്ലാന്നില്ല, പോളോയ്ക്കകത്തൊക്കെ ട്രാക്ഷൻ വരുന്നുണ്ട്. കാര്യമില്ല, ഹാച്ച് ബാക്കിനകത്ത് അതൊക്കെ വരുന്നുണ്ട് അതിനകത്തൊക്കെ, ആ മോഡലിലൊക്കെ. പിന്നെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഈ നമ്മൾ ഫ്യൂവലിൻ്റെ സ്വിച്ചാണ്. ഫ്യൂവലിൻ്റെ സ്വിച്ച് തുറക്കാൻ വേണ്ടിയിട്ട്, അടപ്പ് തുറക്കാൻ വേണ്ടി. മറ്റേതാണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ഡോറിൻ്റെ ഈ സൈഡിലൊക്കെയാണ്, സീറ്റിൻ്റെ അവിടെയൊക്കെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ഇതിനകത്തുള്ളത് ഇപ്പോൾ എല്ലാത്തിനകത്തും ഉണ്ട് എന്ന് വെച്ചാൽ മാരുതി ബലേനയ്ക്കകത്തും ഇതിനകത്തും ഉണ്ട് ഈ സെറ്റപ്പ്. ഇവിടെ ആണ് ഈ ഒരു ലോക്ക് ആണെങ്കിൽ ഇതിൻ്റെ മേലോട്ട് നമ്മൾ അപ്പ് ചെയ്യുന്ന സെറ്റപ്പാണ് ബോണറ്റിൻ്റെ തുറക്കുന്നത്. പക്ഷേ എനിക്കതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ അത് ഇപ്പം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ചില സമയത്ത് അത് പല വണ്ടികൾ മാറി കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാറി കയറാറുണ്ട്, മാറി അതിനകത്ത് ലിവറിൽ പിടിക്കാറില്ല. ഇതൊരു മൂലക്കേണ്ടമില്ല. മറ്റേ ഈ താഴെ ആകുമ്പോഴേ നമുക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇത് നമ്മൾ ഡ്രൈവ് സീറ്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ വല സൈഡിലോട്ട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്. എപ്പോഴും അതല്ല, ഇവിടെ ഏതാണ് മേളിലാണോ താഴെയാണോ നമ്മൾ താഴെ രണ്ടും അവിടെ വരുമ്പോഴത്തേക്ക് താഴെ കുഞ്ഞു നോക്കാൻ പാടാം. ഇതാകുമ്പോൾ ആ ബുദ്ധിമുട്ടില്ല. അതൊരു മാറ്റം, നല്ലൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു റിവ്യൂ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു. കാരണം വേണ്ടിയുള്ള ആൾക്കാർക്ക് അറിയേണ്ടിയുള്ളതും എല്ലാവരും ചോദിച്ചതുമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പം അടുത്ത വ്ളോഗിൽ നമ്മൾ കാണാം. ഓക്കെ, ബൈ.